ചെയ്യാണ്. അപ്പോൾ ഇന്ന് ആ പാരൻറ്റിങ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സാധാരണക്കാരായ പാരൻസിനും മക്കളെ മിടുക്കരാക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പാരൻസ് വേദനിച്ചുകൊണ്ട് പറയാറുണ്ട്, അതായത് നമുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ല, നല്ല ട്യൂഷൻ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പിള്ളേർക്ക് സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള നല്ല സൗകര്യങ്ങൾ വീട്ടിൽ കുറവാണ്, വീട്ടിൽ തീരെ നമുക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും മറ്റും നമുക്ക് പറ്റുന്നില്ല, മറ്റുള്ള കുട്ടികളെ പോലെയുള്ള ഒരു ജീവിത സാഹചര്യം നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് വിഷമങ്ങളുണ്ടാകും. ഒരുപാട് പാരൻസ് അങ്ങനെയാണ്. നമ്മൾ എല്ലാവരും അത് തന്നെയാണ് ചിന്തിക്കുന്നത് അല്ലേ. അൾട്ടിമേറ്റ്ലി നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മക്കൾ രക്ഷപ്പെടുക, നമ്മളെ മക്കൾ മിടുക്കരാകുക എന്നുള്ളതായിരിക്കുമല്ലോ. എല്ലാവർക്കും അത് തന്നെയായിരിക്കും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. നമ്മുടെ മക്കൾ നല്ലൊരു പൊസിഷനിൽ വരിക, മിടുക്കരായി അവരെ വളർത്താൻ കഴിയുക, അവർ ജീവിതത്തിൽ നല്ല ഉയരങ്ങളിൽ എത്തുന്നത് നമുക്ക് കാണണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ത്യാഗവും നമ്മളൊക്കെ സഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് പേര് അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടാവും, മാനസികമായിട്ട് തന്നെ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുന്നു, അവർക്ക് മറ്റുള്ള കുട്ടികൾക്ക് കിട്ടുന്ന പോലെ മികച്ച ഒരു ജീവിത നിലവാരം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അത് പല സാഹചര്യങ്ങൾ കൊണ്ടും പറ്റും. എന്ന് വെച്ചാൽ ഫിനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് രോഗങ്ങളോ ദുരിതങ്ങളോ, പേരൻസിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം മക്കളെ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. ജീവിതം അങ്ങനെയാണ്, എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പാരൻറ്റിങ് എന്നുള്ള വിഷയം വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ അവർക്കൊരു നല്ല ഭാവി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മക്കൾ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഒരു 10 വയസ്സ് ചെന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ചിലപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ വളർന്ന സാഹചര്യം അങ്ങനെയല്ല. ഞാൻ പറയുന്നത് ചെറുതിലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു, നല്ല ഫ്രീഡം വീട്ടിൽ വേണം. നിങ്ങൾ കരുതും അച്ഛനും അമ്മയും എപ്പോഴും സ്ട്രിക്റ്റായിട്ട് എപ്പോഴും അടിയുണ്ടാക്കി കുട്ടികളെ വഴക്ക് പറഞ്ഞ് കുട്ടികളെ ഭയങ്കരമായിട്ട് പഠിപ്പിച്ച് കുട്ടികളെ നേർവഴിക്ക് നടത്തി നൂൽപ്പാലത്തിൽ കൂടെ നടത്തി അങ്ങനെ നടത്തുന്നത് കൊണ്ട് കുട്ടികൾ നല്ല കുട്ടികളാവണം എന്നൊന്നുമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ കൂടുതൽ അവരെ പേടിപ്പെടുത്തും തോറും അവർ നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. അവരൊരു കാര്യവും നിങ്ങളടുത്ത് പറയാതെ വരും കേട്ടോ. നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും കുട്ടികളുടെ മനസ്സിൽ കാണും. മാറിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെയാണ് കുട്ടികൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ. പണ്ടത്തെ സാഹചര്യം പോലെ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ലോകമല്ല. ആരാണ് എപ്പോഴാണ് എന്താണ് ബുദ്ധിമുട്ടുമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു അപകടം എങ്ങനെയൊക്കെ പലതരത്തിൽ സംഭവിച്ചു പോകുന്നു കുഞ്ഞു കുട്ടികൾക്ക് പോലും നമുക്ക്